ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഓണമൊരുക്കങ്ങളൊക്കെ നിങ്ങളുടെ ഇവിടം വരെ ഞങ്ങളുടെ ഒരു പടിപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിതാ ചിപ്സാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സദ്യക്ക് വിളമ്പാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കൂട്ടാണുണ്ടത്. പിന്നൊന്ന് പറയാൻ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ നോർമലി ഉണ്ടാക്കുന്നത് നമ്മുടെ ചിപ്സാണ് ഒന്ന്. നമ്മുടെ ശർക്കര ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കായ ഈ രീതിയിലാണ് നമ്മൾ കായ അരിയുക. അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച്, കാരണം നമ്മുടെ കായയിലൊരു കറയുണ്ട്, ആ കറ പോകുന്ന വരെ നമ്മൾ ഉപ്പിട്ട് വെച്ചൊരു 5-10 മിനിറ്റ് കൊണ്ട് ഇട്ട് വെച്ചു. അതിനുശേഷം നമ്മളത് വെള്ളം തോർന്നു പോകാൻ വേണ്ടി നമ്മളിങ്ങനെ കോരി വെച്ചു. അതിനുശേഷം നമ്മൾ ചട്ടി ചൂടാക്കി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ കായ നമ്മൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കായ വെന്ത് വരാനായിട്ട്, അതായത് ഈ എണ്ണയൊക്കെ മുരിഞ്ഞ് വരാൻ അത്യാവശ്യം നല്ലോണം സമയം എടുക്കും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഇപ്പുറത്തേക്ക് നമ്മുടെ ശർക്കര പാനിയും കൂടി നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശർക്കര പാനി ഇതായി ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. അത് നമ്മുടേതാണ്ടോ. ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ നൂല് പോലെ വലിഞ്ഞ് വരണം, എന്നാലും നമ്മുടെ ശർക്കര പാനി പക്ക കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വേണ്ട, നൂല് പോലെ വരുന്നുണ്ടല്ലേ, അതുപോലെ വന്ന് നമ്മുടെ ശർക്കര പാനി പക്ക റെഡി എന്നാണ് അർത്ഥം. ശർക്കര പാനിയെ നമ്മൾ ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കേണ്ടതില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം നമ്മുടെ ശർക്കര പാനി നമ്മളൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കണം. കാരണം നമ്മുടെ ശർക്കര പാനി ഉണ്ടാക്കുമ്പോൾ അതിൽ നിറച്ച് കല്ലും മണ്ണൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അരിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ കായത റെഡി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കോരി നമ്മളിതാ എണ്ണ പോകാനായിട്ട് ഒരു അരിപ്പയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കിയത് അരിച്ച് ഒരു പരന്ന പാത്രത്തിൽ വെച്ച്, എന്നിട്ട് അതൊന്ന് ഇളക്കി നല്ലോണം ചൂടായി ചുക്കും പഞ്ചസാരയും കൂടെ പൊടിച്ചത് നല്ല മണമുണ്ടല്ലേ. ഏലക്കാ പൊടിച്ചത്, ഏലക്ക പൊടിച്ചതില്ലെങ്കിൽ ഇങ്ങനെയായാലും മതി അല്ലേ, ചതച്ചതാ. ഇനി അരിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല കറക്റ്റായി. എന്താ അതിൽ അരിപ്പൊടി ചേർക്കും കേട്ടോ. അരിപ്പൊടി ചേർത്തിട്ടില്ല. ഇല്ല, അരിപ്പൊടി ചേർക്കാതെ നമ്മുടെ കായൽ നല്ലോണം പിടിച്ചു, ശർക്കര ഉപ്പേരി കറക്റ്റായി, ഓരോന്നോരോന്നായി. അത് ശരിയാട്ടാ. ശർക്കര എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്, നല്ല മണവും ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. ഇതിൽ അരിപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതിലേ നമ്മുടെ മൊബൈലിൽ കാണുന്ന കളറല്ല കേട്ടോ, ശരിക്കും കറക്റ്റ് ശർക്കരയുടെ കളറുണ്ട് കേട്ടോ. അത് മൊബൈലിൽ നമ്മുടെ വീഡിയോ എടുത്തതിൻ്റെ വ്യത്യാസമാണ്, കണ്ട കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഓണാശംസകൾ.